എന്തൊക്കെയാ ഡ്രസ്സിൽ തൂങ്ങിക്കിടക്കണേ? നല്ല രസമാണ്. ഒന്ന് തിരിഞ്ഞു കാണിച്ചെടുക്ക് മൊത്തം. ഇതല്ലോ എന്തൊക്കെയാ? പൂക്കളാണല്ലേ? ഞാനൊരു ചെറിയ പ്രശ്നം തരട്ടെ. പ്രത്യേകിച്ച് ഈ ഡ്രസ്സിന് പറ്റിയ ഒരു പ്രശ്നം. ഒരു ബനാന. ഇതാ ഞാൻ രാവിലെ കഴിച്ചേ. ഒന്നുകൂടെ കഴിച്ചോ? സ്റ്റേജ് വെച്ചാ വെച്ചോ? ഞാനിത് വീട്ടിൽ കൊണ്ടുപോയി കഴിച്ചോളാം. രസക്കുട്ടിയെ കാണാൻ ഇപ്പൊ ആരെ പോലെ ഉണ്ടെന്നറിയോ? മധുമകള് ബാലവീർ കണ്ടിട്ടുണ്ടോ? ഇല്ല. ബാലവീർ എന്ന് പറഞ്ഞൊരു കാർട്ടൂൺ ഉണ്ട്. അതിന്റെ അകത്തൊരു സൗന്ദര്യ ദേവതയുണ്ട്. അതിനെ പോലെ രസക്കുട്ടീനെ കാണാൻ. ഞാൻ ഒരുപാട് നേരമായിട്ട് ആലോചിച്ചോണ്ടിരിക്കുന്നത് ഇത് ആരെ പോലെയുണ്ട്, ആരെ പോലെയുണ്ട്. ഇപ്പോഴാണ് പിടികിട്ടിയത്. ക്ലിയോപാട്ര എന്ന് കേട്ടിട്ടുണ്ടോ? വീട്ടിൽ പോയിട്ട് നോക്കണേ. ക്ലിയോപാട്ര ഭയങ്കര സുന്ദരിയാ. അതുപോലെയുണ്ട്. അപ്പഴാ മധുവങ്കലിനെ ഞാൻ കണ്ടേ. ഞാൻ അവിടെ വന്നപ്പോഴാ ഞാൻ മധുവങ്കലിനെ കണ്ടേ. അതുവരെ ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. ശ്രദ്ധിക്കാഞ്ഞേ? മധുവങ്കൽ 1 മാസമായിട്ട് ഈ ഫ്ലവേഴ്സ് ടിവിയില് ഇട്ടേച്ചു പോയി. ടൂറിന് എന്താ പാട്ട് പാടാൻ പോവാന്ന് ദിവ്യ ചേച്ചി, പാവം ദിവ്യ ചേച്ചിയുടെ ഒക്കെ പറ്റിച്ചിട്ട് ടൂറിന് പോയല്ലേ. എന്താ ചെയ്യാ? എല്ലാവരും മധുവങ്കലിനോട് പിണങ്ങിക്കോ. അല്ലെന്താ ദിവ്യ ചേച്ചി ചേച്ചിന്ന് എന്നെ അങ്കിൾ എന്ന് വിളിക്കണേ എന്താ? ഓ എന്തൊരു വേറെ എന്തൊക്കെ പറഞ്ഞു അത് നോട്ട് ചെയ്തു. രണ്ടുപേര് മധുവങ്കലിനോട് പിണങ്ങിക്കോ വേഗം. ആണോ? മിണ്ടണ്ട. മധുമകൾ എന്ത് കൊണ്ടുവന്നു? പിന്നെ എന്നെ വീട്ടിലേക്ക് വിളിക്കില്ലേ? ഊണ് തരില്ലേ? ഇല്ല, അത് ഊണോ? പക്ഷേ എനിക്ക് ചാവർ ഫെസ്റ്റിനെ കൊറേ ഫസ്റ്റ് കിട്ടിയായിരുന്നേ. അപ്പം എനിക്ക് ഒരു മധുവങ്കളുടെ ഒരു പാട്ട് പാടിയായിരുന്നേ. അതിനെനിക്ക് ഫസ്റ്റ് കിട്ടി. ഏത് പാട്ടാ പാടിയേ? അത് ഞാനിപ്പോ മൂളി കേൾപ്പിക്കാം. ഗോദാവരിയുടെ തീരങ്ങളിലെ കോമേതകമണി സന്ധ്യകളെ സീതാ ദുഃഖം ഉറഞ്ഞൊരു ഗാനം ഛേദസിലുണ്ടോ പറയുക നീ ഈ താപസനെന്നിൽ ചൊരിയുക നീ. എനിക്ക് ആ പാട്ടിന് എനിക്ക് ഫസ്റ്റ് കിട്ടിയത് കൊണ്ട് മധുവങ്ങളോട് ഞാൻ പിണക്കം. അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ വരുവാണെങ്കിൽ ഞാൻ ഊണ് തരത്തില്ലായിരുന്നു. വളരെ ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇന്ന് പാട്ട് ഏതാണ്? അമ്മയും നന്മയും ഒന്നാണ്. നല്ല പാട്ടാട്ടോ. അമ്മയും നന്മയും ഒന്നാണ്. നന്മയും അമ്മയും ഒന്നാണ്. നന്മയും ഒന്നും അമ്മയും ഒന്നാണ്. രണ്ടല്ല, തിരിച്ചിട്ടാലും ഒന്നാണ്. ഓക്കെ, അപ്പൊ പാടിക്കോ. കേക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഞങ്ങളും നിങ്ങളും ഒന്നാണ്. അറ്റമില്ല
വെരി നൈസ് വെരി നൈസ്. അടിപൊളി. കലക്കി കലക്കി. വയനാട്ടില് രസകുടി, എന്തോ ഒരു കാര്യം അറിയാമോ? എന്താ? ഈ പാട്ടിന് വലിയൊരു മെസ്സേജ് ഉണ്ട്. ഓരോ പാട്ടും നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം എന്താണ്? ഈ പാട്ട് എന്താണ് നമുക്ക് പറഞ്ഞു തരുന്നത്? അമ്മയും എല്ലാം ഒന്നാണ്. ആ, ഒന്നാണ് എല്ലാം ആ. ഒന്നാണ്. ഇതിന് ഏറ്റവും അവസാനം പറയുന്ന കാര്യമുണ്ടല്ലോ, അതാണ് രസകുട്ടിയോട് നമുക്കുള്ളത്. എന്താണത്? സ്നേഹം. അത് മാത്രമേ ഉള്ളൂ. അത് മാത്രം. അതാണ് ഏറ്റവും ഉള്ളത്. നന്മയുണ്ട്. അതുകൊണ്ട് സ്നേഹത്തിൽ നന്മയുണ്ട്. നന്മയിലോട്ടെത്തുന്നത്. ആ. കേട്ടോ, സ്നേഹം എന്നുള്ള വഴി കൂടെ ഇങ്ങനെ പോകുമ്പോഴാണ് നമുക്ക് നന്മ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ആ ഡെസ്റ്റിനേഷനിലൂടെ നമ്മൾ എത്തുന്നത് ഈ സ്നേഹത്തിന്റെ റോഡിൽ കൂടെയാണ്. പറഞ്ഞ മനസ്സിലായോ? ആ. ഈ ആകാശമില്ല, ആകാശം, ഈ ആകാശത്തിന്റെ അറ്റം കണ്ടിട്ടുണ്ടോ? ആർക്കെങ്കിലും കാണാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല. നമുക്ക് അറിഞ്ഞൂടാ എവിടെയാണ്. ഇങ്ങനെ ആകാശം ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുക. ആ, ഞാനിവിടെ ഉണ്ടേ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആകാശം എവിടെയാണ് തീരുന്നത് നമുക്ക് അറിഞ്ഞൂടാ, മനുഷ്യനെ അറിഞ്ഞൂടാ. സയൻസിൽ പറയുന്നുണ്ട്, പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്നില്ല അത്, അല്ലേ? അങ്ങനെ ആകാശം നീണ്ടു നിവർന്ന് കിടക്കുമ്പോൾ എത്രയോ പക്ഷികൾ ആകാശത്തിലൂടെ പറന്നു പോകുന്നില്ലേ? പക്ഷെ ഈ ആകാശം ഒന്ന് തന്നെയല്ലേ? എല്ലാ പക്ഷികൾക്കും പറക്കാവുന്ന ആകാശം തന്നെയല്ലേ? അതാണ്. അപ്പൊ ആരുടെയെങ്കിലും അനുവാദം വേണോ ആകാശത്ത് പറക്കാൻ? ഇല്ലല്ലോ. അതിന് പാസ്പോർട്ട് എടുക്കണോ ആകാശത്ത് പക്ഷിയായിട്ട് പറക്കാൻ? വേണ്ടല്ലോ. അപ്പൊ അതുപോലെ ഈ ഭൂമിയിൽ എല്ലാവരും ജീവിക്കാനായിട്ട് നമുക്ക് അനുവാദമുണ്ട്. ആ അനുവാദം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ അനുവാദമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് അതിൽ കൂടെ നമ്മൾ നന്മ കണ്ടെത്തുന്നത്. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്ന ഒരു വലിയ പാട്ടാണ് ഈ കുട്ടി പാട്ടുകാരി ഇപ്പൊ കൊണ്ട് പാടിയത്. മുല്ലനേഴി നീലകണ്ഠൻ നമ്പൂതിരി, അദ്ദേഹമാണ് ഇത് എഴുതിയിരിക്കുന്നത്. വലിയ കവിയാണ്, ഗാനരചിതാവാണ്. പിന്നെ നമുക്കറിയാം ജോൺസേട്ടൻ, അല്ലെ? ആ, വളരെ സിമ്പിൾ ആയിട്ടാണ് എപ്പോഴും പറയാറുണ്ട് ജോൺസൺ മാഷിന്റെ പാട്ടും മഴയും ചായ വരും പിക്ചറും. ആഡ് ചെയ്താണല്ലേ? ചായ മിച്ചറാണ് ഏറ്റവും ഇഷ്ടം. എപ്പോഴാ വൈകുന്നേരം കഴിക്കുക? ആ, വൈകുന്നേരം. പിന്നെ അല്ലാതെ ഉച്ചക്ക് കഴിക്കാൻ പറ്റുമോ? ചോറിന്റെ കൂടെ കഴിക്കാം, ചോറിന്റെ കൂടെ തൈരിന്റെ കൂടെ ഒക്കെ മിക്സർ കഴിക്കാം. അല്ല നല്ല കഴിച്ചു നോക്കിയേ. ആണോ? ആ, രസകൂടി ഒരു കാര്യം ചെയ്യും. ചോറ് എടുക്കുക, അതിനൂടെ നല്ല ചായ ഉണ്ടാക്കി അതിൽ ഒഴിക്കാം, എന്നിട്ട് മിക്സറും കൂടെ കൂട്ടി കുഴച്ച് കഴിക്കാം. ഡോക്ടർ ഇത് കഴിച്ചാൽ പല്ലിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ? അയ്യോ, ഒരു കുഴപ്പമില്ല, ഒരു ധൈര്യമായിട്ട് കഴിക്കാം, ഞങ്ങൾ ഉണ്ടല്ലോ. ഉണ്ടല്ലോ. എന്റെ മമ്മയും ഞാനും എപ്പോഴും അത് തന്നെയാ കഴിക്കുന്നത്. എന്ത്? ചോറും ഇച്ചിരി കുറച്ച് കോമ്പറ്റീഷൻ ഒക്കെ ഇട്ട് നോക്കും, ഇങ്ങനെ അത് നല്ലതാണോ നോക്കാൻ. കോമ്പിനേഷൻ. ഓക്കെ. ഏറ്റവും അടുത്ത് എന്ത് ട്രൈ ചെയ്ത കോമ്പിനേഷൻ എന്താ? ഞാന് ആദ്യം ചായ എടുക്കാം, പഞ്ചസാര ഇടാ, അത് കഴിഞ്ഞിട്ട് ഉപ്പ് ഇട്ടിട്ട് കുടിക്കുമ്പോ നല്ല കോമ്പിനേഷൻ. കൊറേ നിങ്ങൾ ശരിക്കും ചെയ്യാറുണ്ടോ ചേച്ചി? ഇതാണ് ചായ ചെയ്യാറുണ്ട്. അത് ഞാനിട്ട് നോക്കിയതാ. എന്നോട് വീട്ടിൽ പോയി ട്രൈ ചെയ്തത്. ഞാൻ എന്തായാലും ട്രൈ ചെയ്യാം. അപ്പൊ ടെസ ബേബി എന്താ വീട്ടിലേക്കായിട്ട് പാടിട്ടോ. താങ്ക് യു. നല്ല എന്താ പറയാ ഐഡിയ ഓഫ് യൂണിറ്റി, നമ്മുടെ ഹ്യൂമാനിറ്റി, ഹ്യൂമൻ ബീങ്സ് എല്ലാരും ഒന്നാണ് പറയുന്ന ഒരു പാട്ട്. അത് അങ്ങനെ കൺവേ ചെയ്യാൻ പറ്റി ടെസ ബേബിക്ക്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. ഞാൻ ശ്രദ്ധിച്ചതാ ഒറ്റയൽ ഒറ്റയൽ ഒറ്റ ലാന്ന് പാടിയതാണ് ഞാൻ ശ്രദ്ധിച്ചത്. ശ്വാസം കുറച്ച് നീട്ടി നിർത്തും. ആ, അതൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ കേൾക്കാൻ വേണ്ടി. പിന്നെ അവസാനം ഹൈയില് നിർത്തിയല്ലോ. എന്തായിരുന്നു? ഓ, അതൊക്കെ സൂപ്പർ ആയിരുന്നു. 3 വർഷം പാടണം. വല്ല ആവശ്യമുണ്ടോ? അതാണ് മെയിൻ ലൈൻ. അതാ മെയിൻ ലൈനാ പാട്ടിനകത്ത്. അത് MJ സാർ തന്നെ പറഞ്ഞല്ലോ, സ്നേഹമായി. അതുകൊണ്ട് 3 പ്രാവശ്യം പാടുന്നത്. ശരിക്കും ഞാൻ ഈ നിലയിലെത്തിയ എങ്ങനെയാന്നറിയോ? ഈ നിലയിലെത്തിയതോ? ഈ ഫ്ലോറില് അമ്മ പറഞ്ഞ എന്താന്നറിയോ? പണ്ട് അമ്മ സ്കൂളിലെ ഇങ്ങനെ, അമ്മ നവോദയയിലായിരുന്നേ, നവോദയയില്. അപ്പം അവിടെ സ്കൂളിൽ ഒരു കോമ്പറ്റീഷൻ വന്നേ, ക്ലാസിക്കൽ ഡാൻസ്. അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നേ ക്ലാസിക്കൽ ഡാൻസ് കളിക്കണമെന്ന്. അപ്പം അമ്മ ആ കോമ്പറ്റീഷനിൽ ചേർന്നു. എന്നിട്ട് മത്സരിക്കുന്ന ആളുടെ കൂടെയാണെന്നറിയാവോ? വലിയ ഡാൻസേഴ്സ് ചേച്ചിമാരുടെ കൂടെ, അമ്മയുടെ ചേച്ചിമാരുടെ കൂടെ, സീനിയേഴ്സിന്റെ കൂടെ. എന്നിട്ട്
അമ്മ അങ്ങനെ അപ്പം വാശി എങ്ങോട്ടേ കഥ പോകുന്നെ? ആ. കീറിയിട്ട് അവസാനം പ്രാക്ടീസ് ചെയ്യുമായിരുന്നേ. അപ്പം അവിടെ നിൽക്കുന്ന ചേട്ടന്മാർ എല്ലാരും കൂടി പറയുക, ഈ ഡാൻസ് ഒക്കെ അറിയാവുന്ന കൊച്ചു പിള്ളേരൊക്കെ കേറിയാ പോരെ, എന്തിനാ ഡാൻസ് അറിയാത്ത ആൾക്കാരൊക്കെ കേറുന്നതെന്ന്. അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര വിഷമായി. ആ. അപ്പം അമ്മ ഹാർട്ടി കൈ വെച്ചിട്ട് സോറി ഹാർട്ടി കൈ വെച്ചിട്ട് അമ്മ ഒരു പ്രതിജ്ഞ എടുത്തു. ഞാന് എന്റെ കൊച്ചുണ്ടാവുമ്പം ഞാൻ സ്റ്റേജിൽ കയറ്റും, ഡാൻസ് പഠിപ്പിക്കും, പാട്ടും പഠിപ്പിക്കും. വാശിയാണല്ലേ? വാശിയാണ്. അപ്പൊ എന്തായാലും ടെസ് ബേബി മിടുക്കിയായിരുന്നു കേട്ടോ. സൂപ്പർ പാട്ട് അല്ലേ മച്ചേട്ടാ? അതെ, സൂപ്പർ ആയിരുന്നല്ലേ? തീർച്ചയായിട്ടും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു. എന്ത് രസമായിട്ട് എന്ത് ക്യൂട്ടായിട്ടാ പാടുന്നേ. താങ്ക് യു. ഓരോ ലൈൻ പാടി കഴിയുമ്പോൾ കോറസ് പാടാനായിട്ട് അങ്ങോട്ടേക്ക് നോക്കും. ആ യൂണിറ്റി ഫീൽ ചെയ്തില്ലേ? യൂണിറ്റി ഫീൽ ചെയ്തു, എല്ലാവരും കൂടി ചേർന്ന യൂണിറ്റി കേട്ടോ. പിന്നെ ഫസ്റ്റ് പല്ലവിയിലെ ലൈൻസ് ഒക്കെ മധുവങ്കളുടെ ലൈഫ് പോലെ തന്നെയുണ്ട്. അമ്മയും നന്മയും ഒന്നാണ്, ഞങ്ങള് നിങ്ങളും ഒന്നാണ്, അറ്റമില്ലാത്തൊരു ജീവിതക്കാരൻ. നമ്മളെല്ലാരും ജീവിതമൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ? രണ്ടറ്റം കൂടെ കൂട്ടിമുട്ടിക്കാൻ എന്തോ ഒരു പാടെന്ന് നമുക്ക് മാത്രം അറിയാം കേട്ടോ. മധുവങ്കള് പോയപ്പോ എംജങ്ങള് ഭയങ്കര കഷ്ടപ്പാടുമായിരുന്നു. ഇവിടെ വന്നിട്ട് എന്റെ ഡാൻസ് പഠിക്കണം. എംജങ്ങൾ എങ്ങനെയൊക്കെയാ മാനേജ് ചെയ്തെന്നറിയാം. ആണല്ലേ? അതിനിടയ്ക്ക് എംജങ്ങൾ ഒരു പരാതി പറഞ്ഞെന്ന് കേട്ടു, ഊണ് കഴിക്കാൻ വീട്ടിലേക്ക് വിളിച്ചില്ലാന്ന്. അതുകൊണ്ട് അതൊക്കെ സെറ്റിലായി. അതൊക്കെ സെറ്റിലായി. അതൊക്കെ സെറ്റിലായി. അതൊന്നും സെറ്റിൽ ആക്കിയിട്ടില്ല. എംജങ്ങൾ ആദ്യം ഇങ്ങോട്ട് മാത്രം സെറ്റിൽ ആക്കിയാൽ മതി. ഞാൻ സെറ്റിൽ ആക്കണ്ടേ? സെറ്റിലാക്ക്. എങ്ങനെ settle എങ്ങനെ ആക്കണം? വിളിച്ചോ? വീട്ടിലേക്ക് വിളിച്ചോ? ബിരിയാണി വേണം, ബിരിയാണി. ബിരിയാണി ഉണ്ടാക്കാം. എപ്പാ? ഉച്ചക്ക്. ഉച്ചക്ക് മനസ്സിലായി. ഏത് ദിവസം? എല്ലാ എപ്പോൾ? ദിവസവും സമയം? ഉച്ചയുണ്ടല്ലോ അത്. ഒരു മാസം തരാം ഞാൻ. ഒരു മാസത്തിനുള്ളിൽ എം ജെ സാറിന് ബിരിയാണി കൊടുക്കണം. ആ ഓക്കെ, എന്നെ ഇനി വിളിച്ചാലും എനിക്ക് ആ ചോറും ആ മീൻകറിയും അതൊക്കെ മതി. അതൊക്കെ മതി. പിന്നെ ആ ചിക്കൻ ഫ്രൈ. ബിരിയാണിനേക്കാളും നല്ല ടേസ്റ്റ് അതിന് മധുവങ്കളിനെ കഴിച്ചത്. കുഴപ്പമില്ല, അതെ, അതെ. ബിരിയാണി മതി. അവക്ക് അമ്മ ഉണ്ടാക്കുന്ന ബിരിയാണി അവസാനം കോൺഫിഡൻസ് ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് വയറ് വീർക്കല്ലേ. കുഴപ്പമില്ല, കുറച്ച് വീർത്താലും 12 കുഴപ്പമില്ല. പാക്ക് ഒന്നും ആക്കിയേക്കല്ലേ. 12 പാക്ക്. ഈ 5 പാക്ക് കൊണ്ടു നടക്കാൻ തന്നെ ഞാൻ പിന്നെയാണ് 12. അപ്പൊ നമുക്കൊരു മധുരമഴ കൊടുത്താലോ നമ്മുടെ ടെസ് കുട്ടിക്ക്? അതിനു മുമ്പ് മാർക്ക് പറ. മാർക്ക് എന്താ സംശയം? ഇറ്റ് ഇസ് 100 out of 100 ഫോർ ടെസ് ബേബി. അങ്ങനെ വരട്ടെ ഒരു മധുര മഴ.